മലയാളികളുടെ പ്രിയപ്പെട്ട നായകനായും ഉപനായകനായും ഒക്കെ മലയാളികളുടെ പ്രിയപ്പെട്ട മനോജ് കെ ജയൻ ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി പറയേണ്ടത് മനോജ് കെ ജയൻ്റെ എല്ലാമെല്ലാമായ കുഞ്ഞാറ്റയെക്കുറിച്ചാണ്. മനോജ് കെ ജയൻ ഇന്ന് ഇങ്ങനെയാകാനുള്ളൊരു പ്രധാന കാരണം കുഞ്ഞാറ്റയാണെന്ന് തന്നെ പറയാം. മകൾ ജനിച്ചതോടെ മദ്യപാനം ഉപേക്ഷിച്ചു. ഡിവോഴ്സ് ചെയ്യാനായി കോടതി മുറിയിലെത്തി മകളെ അമ്മയ്ക്ക് നൽകാമെന്ന തീരുമാനം നേരത്തെ എടുത്ത അച്ഛന് മറ്റൊന്നായിരുന്നു വിധി. മകളെ പിരിഞ്ഞിരിക്കാൻ വയ്യ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ടാകാം. അന്നേ ദിവസം ചില കാരണങ്ങളാൽ ഉർവശിയുടെ കൂടെ വിടാൻ സാധിക്കില്ല എന്ന് കോടതി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അതുകൊണ്ട് അന്നു മുതൽ കുഞ്ഞാറ്റ മനോജ് കെ ജയനോടൊപ്പമായി. പിന്നീട് ഉർവശി മാറി ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചൊരു മകനുമായി. എന്നിരുന്നാലും ഉർവശിയുടെ ലോകവും മകൾ കുഞ്ഞാറ്റ തന്നെയാണ്. കുഞ്ഞാറ്റ കാരണം മനോജ് കെ ജയൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുവെന്ന് അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. ഓരോന്നും എനിക്ക് എണ്ണി പറയാൻ സാധിക്കുന്നത് അത് ഇത്രയും വർഷത്തെ മാറ്റമുള്ളത് കൊണ്ട് തന്നെയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിൽ സംഭവിച്ച ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു അനന്തഭദ്രത്തിലെ ദിഗംബരൻ. ആ കഥാപാത്രത്തിലേക്ക് മനോജ് കെ ജയനെ അല്ലാതെ മറ്റാരെയും ഇന്ന് മലയാളികൾക്ക് സങ്കല്പിക്കാനോ ചിന്തിക്കാനോ പറ്റുന്നില്ല എന്നതാണ് സത്യം. പൃഥ്വിരാജാണ് നായക വേഷം ചെയ്തെങ്കിലും സിനിമ കണ്ടിറങ്ങുമ്പോൾ തന്നെ മനസ്സിൽ കയറിക്കൂടിയത് മനോജിൻ്റെ പ്രകടനവും തിരനുരയും എന്ന പാട്ടും തന്നെയാണ്. തിരനുരയും ചുരുൾമുടിയിൽ തുടങ്ങിയ വരികളെല്ലാം ഈ പാട്ട് ആരെങ്കിലും പാടാൻ പറഞ്ഞാൽ ഞാൻ പാടുമെന്ന് മനോജ് കെ ജയൻ പറയുന്നു. അതോടൊപ്പം തന്നെയാണ് മകളെക്കുറിച്ചുള്ള വാർത്തകളും ഓരോ നിമിഷവും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും പറയുകയും ചെയ്യുന്നത്. രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എപ്പോഴും ഷൂട്ടുകൾ നടക്കുക. ഉടയോൻ സിനിമയുടെ സെറ്റിൽ നിന്ന് വന്നാണ് അനന്തഭദ്രത്തിൽ അഭിനയിച്ചതെന്നും അതിൻ്റെ വിശേഷങ്ങളുമെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് ചെറിയ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. മദ്യപാനത്തിൻ്റെ സദസ്സുണ്ടായിരുന്നു. സിനിമയിലുള്ളവരൊക്കെ തന്നെയും അത്തരത്തിൽ ശീലിച്ചു പോയവരായിരിക്കും. അന്ന് ഞാൻ സ്മോൾ കഴിക്കുന്ന സമയമായിരുന്നു ആ സദസ്സിൽ പങ്കെടുത്തത്. ഒരു സ്മോൾ അടിച്ചു പിരിഞ്ഞ അവസാനത്തെ പടം അതാണ്. അനന്തഭദ്രത്തിൻ്റെ രാജമാണിക്യത്തിന് ശേഷം ഞാൻ മദ്യപാനം നിർത്തി. ഞാനൊരു ഭീകര മദ്യപാനിയല്ല. 2 പെഗൊക്കെ കഴിക്കാറുള്ളൂ. കേരളത്തിലൊരു ബാറിലും ഞാൻ പോകാറില്ല. ഞാൻ എൻ്റെ സ്ഥലത്തിരുന്ന് ഒരു സോഡയൊക്കെ മേടിച്ചു വെച്ചാണ് മദ്യപിക്കാറുള്ളത്. 2 പെഗ് കഴിച്ചുകൊണ്ട് TV കാണും. എനിക്ക് ഞാൻ മാത്രമായിരുന്നു കമ്പനി. മോള് വളർന്നതിന് ശേഷം മദ്യപാനം നിർത്തി. 16 വർഷമായി മദ്യപാനം എന്ന ശീലം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട്. പുകവലിയും ഇല്ലെന്ന് തന്നെ താരം പറയുന്നു. മകൾക്കൊരറിവുള്ള പ്രായമെത്തിയപ്പോഴേക്കും ഞാൻ മദ്യപാനം നിർത്തി. പിന്നീട് അവൾക്ക് ചോദിക്കാനുള്ളൊരു അവസരം ഞാൻ കൊടുക്കരുതല്ലോ. അങ്ങനെ ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. അത് മനസ്സിലാക്കി തന്നെയാണ് എല്ലാവരെ പോലെയും ഞാനും അത് ചെയ്തത്. എൻ്റെ മകൾക്കത് ഇഷ്ടമാകില്ല, അല്ലെങ്കിൽ എൻ്റെ മകൾക്കത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. അതിലെനിക്കൊരു സങ്കടവുമില്ല. പിന്നീട് ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യവും എനിക്കതിനകത്തില്ല. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.